ഉമ്മ സ്പെഷ്യൽ കടുമാങ്ങ ഉണ്ടാക്കാൻ പോവാണേ. നമ്മളെ പുരയിൽ നിന്ന് പറിച്ചെടുത്ത പച്ചമാങ്ങ ഉണ്ട് 2 എണ്ണം. മാങ്ങ തോലൊക്കെ ചെത്തി കഷ്ണം മുറിച്ചിടുക, എന്നിട്ട് ഒരു ശർക്കര ഇടുക, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് 2 or 3 വിസിലടിക്കുക. ചെറിയ കുക്കറില്ല, അതോട്ട് വലിയ കുക്കറിൽ വെച്ചത്. കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇടുക. മുളക് പൊടി വേണം എന്നോടൊന്ന് ചോദിച്ചാട്ടെ. ഒരു ഇത്ര വെളുത്തുള്ളിയും ഇഞ്ചിയും, 5-6 വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും, അതേപോലെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും. വെളുത്തുള്ളി ഇഞ്ചി വേണമെന്ന് എനിക്കറിയില്ല ഇനി കേട്ടോ. അമ്മനെ വിളിച്ചപ്പോൾ അമ്മ പറഞ്ഞു. അപ്പോൾ അതുകൂടി ഇട്ട് ഒരു 3 വിസിൽ. എന്നിട്ട് ഒരു മധുരം ബാലൻസ് ചെയ്യാൻ ഒരു പൊടി, ഒരു നുള്ള ഉപ്പ് ഇടണം കേട്ടോ. ഉമ്മൻ്റെ ഇങ്ങനെ നല്ല ഉണ്ടാവലെന്ന് എനിക്ക് തോന്നണം. ഇത് മാങ്ങ കുറഞ്ഞിട്ടാണോ വെള്ളം കൂടിയിട്ടാണോ എന്നറിയില്ല. കണ്ടിട്ട് വെള്ളം കൂടിയ പോലെ ഉണ്ട്. ഒടിച്ച് നോക്കട്ടെ. ഒരു പച്ചമാങ്ങയും കൂടി കിട്ടിയില്ലെങ്കിൽ നല്ലോണം ഒടിച്ച് വെച്ചണം. ഇഞ്ചി ഇത്തിരി അധികമായിട്ട്, ഒരു ഇത്തിരി, കുറച്ചേ ഉള്ളൂ. ഇനി വെളിച്ചെണ്ണ ചൂടായിട്ട് തേങ്ങ ചെറിയ കൊത്തായിട്ട് അരിയൂലേ, അങ്ങനെ മുറിച്ചിട്ട് അത് വറുത്തെടുക്കുക. കൊടുക്കുക, നല്ലോണം വറുത്തെടുക്കുക. കുറച്ചായുള്ളൂ അത്, അതുകൊണ്ടാണ് കുറച്ച് തേങ്ങ എടുത്തത്. കുറേ തേങ്ങ അല്ല, പക്ഷെ കുറേ മാങ്ങ ഉണ്ടെങ്കിൽ കുറേ തേങ്ങ എടുക്കുക. നല്ല രസമുണ്ടല്ലേ? കുറേ മാങ്ങ ഉണ്ടെങ്കിൽ കുറേ തേങ്ങ എടുക്കുക. കൊള്ളാമല്ലേ? അപ്പോൾ ഇങ്ങനെ കളറ് മാറി വരണം. സംഭവത്തിൽ നമ്മളെ അമ്മമാരുണ്ടാക്കുന്ന കണ്ട് നമ്മളുണ്ടാക്കിയാൽ അതിൻ്റെ ഒരു ടേസ്റ്റ് കറക്റ്റിനോട് കിട്ടൂലല്ലോ, കിട്ടില്ല. ഇത് കിട്ടിട്ട് കിട്ടുമോ നോക്കാം. അതുകൊണ്ടായി വന്നപ്പോൾ എണ്ണ ഫുള്ള് വേണ്ടാത്തതുകൊണ്ട് ഞാൻ കുറച്ച് മാറ്റി വെക്കുന്നുണ്ട്. ഇത്രയും മതിയാവും. ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അടുത്താൽ കുടുങ്ങൂലേ, ഇട്ട് കൊടുത്ത് നല്ലോണം മിക്സ് ചെയ്ത് ഒരു സ്റ്റൈലൊക്കെ വന്നാണ്. അടിപൊളി കടുമാങ്ങ ഇവിടെ റെഡി ആയിനെ. ഫസ്റ്റ് മാങ്ങ വേവിച്ചപ്പോൾ കുറച്ച് വെള്ളം അധികമായി പോയില്ലേ, ആ വെള്ളം ഞാനപ്പോൾ ഒന്ന് കുക്കറിലിട്ട് വറ്റിച്ചെടുത്തിന് കേട്ടോ. അതങ്ങനെ തിക്കായത്. ഇനി കുറച്ചുകൂടി ക്വാണ്ടിറ്റി കൂടുതൽ വേണമെന്നുള്ളവർക്ക് കുറച്ച് പത്തിരിപ്പൊടി കലക്കി വെച്ചാൽ മതി. പക്ഷേ ടേസ്റ്റിൽ ചെറിയൊരു മാറ്റം ഉണ്ടാവുമെങ്കിലും എന്നാലും കുഴപ്പമുണ്ടാവില്ല. കറക്റ്റ് ടേസ്റ്റ് കിട്ടണമെങ്കിൽ പത്തിരിപ്പൊടി ഇടാതെ തന്നെ തിന്നണം കേട്ടോ.